മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായി ഇപ്പോൾ ഈ കേൾക്കുന്നത്. ഞാൻ ആരുടെയും പണം മോഷ്ടിച്ചിട്ടില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും കള്ളന്മാര് പറയൂടാ ഞാൻ മോഷ്ടിച്ചു എന്ന്? പറയൂ. ഇയാളെ നല്ല രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്താൽ സത്യം പുറത്തു വരും. എന്റെ 20,000 എവിടെയാണെന്നുള്ളത് ഇയാളെ കൊണ്ട് പറയിപ്പിക്കണം. എന്തിനാ? ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. എന്നെയും എൻ്റെ ബാഗ് നിങ്ങൾ പരിശോധിച്ചോ? അല്ല, അമ്മ എന്തിനാ ഇതുവരെ അത് അടുക്കളയിൽ സൂക്ഷിച്ചേ? അമ്മയുടെ മുറിയിൽ നല്ല അടച്ചുറപ്പുള്ള ഷെൽഫുണ്ടല്ലോ. അല്ല, അത് പിന്നെ വീട്ടിലെ പെണ്ണുങ്ങൾ അങ്ങനെയാടാ. പിന്നെ അത്യാവശ്യമുള്ള കാശൊക്കെ അടുക്കളയിലാ സൂക്ഷിക്കുന്നത്. ചിലരൊക്കെ ഏറ്റവും സുരക്ഷിതമായിട്ട് കരുതുന്ന സ്ഥലവും അടുക്കള തന്നെയാ. ഞാനും സോനയും കൂടി അടുക്കള മുഴുവൻ അരിച്ചു പെറുക്കിയതാ. പക്ഷേ ഞാൻ സൂക്ഷിച്ച പണം മാത്രം കാണാനില്ല. ദേ, ഇയാളല്ലാതെ സംശയിക്കത്തക്കതായിട്ട് ഒരാളും അടുക്കളയിൽ കയറിയിട്ടുമില്ല. പിന്നെ പ്രതിഭ വന്നതിന് ശേഷം അടുക്കളയിൽ കയറി ഒരു ചായ ഇട്ടെന്ന് തോന്നുന്നു. അവളെ നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ, വേണമെങ്കിൽ അവളെയും സംശയിക്കാം. ഇതുവരെ ഇങ്ങനൊരു കളവ് നടക്കാത്ത സ്ഥലത്ത് പ്രതിഭ വന്ന ശേഷം കളവ് നടന്നെങ്കിൽ ഉറപ്പായിട്ടും അവളെ സംശയിക്കേണ്ടതാണ്. അതിന്റെ ആവശ്യമില്ല. ഇയാളാണ് ആ പണം മോഷ്ടിച്ചതെന്ന് എനിക്ക് സോനിക്ക് ഉറപ്പുണ്ട്. ഒന്നുകിൽ ഇയാളെ എന്നേക്കുമായിട്ട് ഇറക്കി വിടണം, അല്ലെങ്കിൽ ഇയാൾക്കുള്ള ശിക്ഷ കൊടുത്ത് സത്യം പറയിപ്പിക്കണം. 20,000 രൂപയല്ലേ പ്രശ്നം? അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇദ്ദേഹത്തിന് ലോട്ടറി അടിച്ച് 1,00,000 രൂപയെന്ന് ശ്യാമോൾക്കൊരു മാല വാങ്ങി കൊടുത്തിരുന്നില്ലേ? ആ മാല തിരിച്ചു കൊടുത്തേക്ക് സോനെ. അതിനെന്തായാലും 20,000 കൂടുതൽ വില കാണുമല്ലോ. ശ്യാമേൻ ഇതിൽ ഇടപെടണ്ട. അമ്മയ്ക്കറിയാം എന്ത് ചെയ്യണം. ഇവന് ചോറ് ഇവിടെയും കൂറ് അവിടെയും അടി. ഇവിടെ വന്നു കയറി എല്ലാ മരുമക്കളും കണക്കാ. കുടുംബത്തിന് ചേരാത്ത വകകള്. 20,000 രൂപ ഞാൻ തന്നാ മതിയോ? മോഷ്ടിച്ച കാശല്ല, അല്ലാതെ എന്റെ കയ്യിലുള്ള കാശ. അത് ഞാൻ തരാം. കണ്ടോ കണ്ടോ, കള്ളന്റെ യഥാർത്ഥ രൂപം പുറത്തു വരുന്ന കണ്ടോ? രാത്രിയിൽ പുറത്തുനിന്നും വന്ന കള്ളന്മാര് ബാഗ് തട്ടിയെടുത്തിന് ശേഷമേ 5 പൈസ കയ്യിൽ നിന്ന് പറഞ്ഞ ആളാ. അയാൾ 20,000 രൂപ എടുത്തു തരാമെന്ന്. അത് മോഷ്ടിച്ച കാശല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നാണോടോ? ആണോ? കൊള്ളാലോ. അതിന് കയ്യിൽ വേറെ കാശില്ലെന്നല്ലേ അമ്മേ പറഞ്ഞുള്ളൂ. ഒരാൾക്ക് വ്യക്തിപരമായിട്ട് മറ്റെവിടെയെങ്കിലും സമ്പാദ്യം ഉണ്ടായിക്കൂടെ? അതിൽ നിന്ന് 20,000 തരാമെന്നാണ് പറഞ്ഞെങ്കിലോ? അതെ, അതുപോലും അമ്മ വാങ്ങിക്കരുതെന്ന എന്റെ അഭിപ്രായം. അമ്മ അടുക്കളയിൽ 20,000 രൂപ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം അന്ന് ലോട്ടറി അടിച്ചതിന്റെ ബാക്കി ആയിരിക്കണമല്ലോ. അല്ലാതെ അമ്മയ്ക്ക് അവിടെ നിന്ന് ഇത്രയും കാശ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടെന്ന് പറയുന്ന ആ കാശിന്റെ കാര്യം അമ്മ അങ്ങ് മറന്നേക്കുന്നതാണ് നല്ലത്. എടാ, നീ എന്നു മുതലടാ എന്നെ നല്ലതും ചീത്തയും പഠിപ്പിക്കാൻ തുടങ്ങിയത്? ഇന്നലെ വരെ നിനക്ക് ഇങ്ങനെ ഒരു സ്വരം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് നിന്റെ ഭാര്യ വന്നതിന്റെ ധൈര്യമല്ലേ? നിങ്ങൾ എല്ലാവരും കൂടി ഈ വീട്ടിൽ കടന്നുകൂടിയ കള്ളനെയാ രക്ഷിക്കാൻ നോക്കുന്നേ. ഓർത്തോ, അതെന്തായാലും ഞാൻ അനുവദിച്ചു തരാൻ പോകുന്നില്ല. ഈ കള്ളനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേ പറ്റൂ. അതെങ്ങനെ വേണമെന്ന് മാത്രം ഇനി നിങ്ങൾ തീരുമാനിച്ചാ മതി.
പ്രശ്നങ്ങളൊക്കെ തീർന്നോ സത്യേട്ടാ? ഈ വീട്ടിൽ ഒരിക്കലും പ്രശ്നങ്ങളൊന്നും തീരില്ല പ്രതിഭേ. അല്ല, നീ എന്താ മുറിയിൽ തന്നെ ഇരുന്നത്? നിനക്കങ്ങോട്ട് വരാമായിരുന്നില്ലേ? എന്നോട് ഇവിടുത്തെ ഒരു കാര്യങ്ങളിലും ഇടപെടരുതെന്ന അമ്മയുടെ ഓർഡർ. ഇപ്പൊ നിനക്ക് മനസ്സിൽ തോന്നുന്നില്ലേ അമ്മയുടെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന്? എനിക്കങ്ങനെ തോന്നേണ്ട കാര്യം എന്താ? സത്യേട്ടൻ എന്റെ കൂടെയില്ലേ? വാ ഇരിക്കും. നീ ഇവിടെ ഉള്ളപ്പോ എനിക്ക് അമ്മയ്ക്കെതിരെ മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ഇപ്പൊ തന്നെ ഞാൻ അമ്മയോട് പ്രതികരിച്ചപ്പോ അത് നീ വന്നതിന്റെ ധൈര്യത്തിലാണെന്ന് അമ്മ പറയുന്നേ. അപ്പോ ഞാൻ കൂടെയുള്ളത് സത്യേട്ടൻ ഒരു ശക്തിയായിരിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാല്ലേ? നിനക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു പ്രതിഭേ. ആ മനുഷ്യൻ ഇവിടെ നിന്നും പോകുന്നത് വരെയെങ്കിലും. സത്യേട്ടാ, അദ്ദേഹം എവിടെ പോവാനാ? ആ മനുഷ്യന് വേണ്ടപ്പെട്ടവരെല്ലാവരും ഇവിടെയല്ലേ ഉള്ളേ? അമ്മ ചിന്തിക്കുന്ന പോലെ നിങ്ങള് മക്കളും ചിന്തിക്കണ്ട. ഈ കാര്യത്തിൽ അമ്മയുടെ തീരുമാനത്തിനൊപ്പമല്ലേ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂ. അതിൽ മറ്റൊരു അഭിപ്രായം നിനക്കും വേണ്ട. ആ മനുഷ്യന് വേണ്ടി വാദിച്ചതിന്റെ പേരില അനുവൃത്തിക്ക് വീണ്ടും ഇവിടുന്ന് പോകേണ്ടി വന്നത്. സത്യേട്ടാ, അനുചേച്ചി താമസിയാതെ തിരിച്ചു വരും.